إن يدعون من دونه إلا إناثا وإن يدعون إلا شيطانا مريدا إن يدعون من دونه അല്ലാഹുവിനെ വിട്ടവർ ആരാധിക്കുന്നില്ല ഇല്ലാ ഇനാസ, സ്ത്രീകളെ അല്ലാതെ അവർ ആരാധിക്കുന്നില്ല. വഇൻ യദ്ഊന ഇല്ലാ ശൈത്താനം മരീദാ, അവർ ധിക്കാരിയായ പിശാചനെ മാത്രമാണ് ആരാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനോട് പങ്കുചേർക്കുന്ന ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട പ്രവണതയെ മൊത്തത്തിൽ കഴിഞ്ഞ ആയത്തിൽ എതിർത്ത ശേഷം അതിന്റെ ചില പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഈ ആയത്തുകളിൽ വിവരിക്കുന്നത്. യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസാ വഇൻ യദ്ഊന ഇല്ലാ ശൈത്താനം മരീദാ. ബഹുദൈവാരാധന പരസ്പര വിരുദ്ധമായ ഒരു സങ്കല്പത്തിന്റെയും വിശ്വാസ വീക്ഷണങ്ങളുടെയും പ്രതീകമാണ്. നോക്കിന്നൊരു ഭാഗത്ത് ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടവർ സ്ത്രീകളെ നിന്ദിക്കുകയും താഴ്ന്ന വിഭാഗമായി കാണുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സാമൂഹിക സമ്മർദ്ദം കാരണം സ്ത്രീകളുടെ മഹത്വങ്ങളെല്ലാം പ്രഘോഷണം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ പൂർവികരുടെ വചനങ്ങളിലും സ്ത്രീകളുടെ സ്ഥാനം വളരെ താഴ്ന്നതാണ്. എന്നാൽ മനുഷ്യനെ വികാരത്തിന്റെ അടിമകളാക്കി തെറ്റായ വഴിയിലേക്ക് കൂടുതൽ തള്ളിയിടുന്നതിന് ദേവീദേവന്മാരെ ആരാധിക്കുന്ന, സുന്ദരികളെ ആരാധിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ അവർ കൊണ്ടാടുകയും ചെയ്യുന്നു. യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസാ, അവരുടെ വീക്ഷണത്തിൽ ആരാധിക്കപ്പെടുന്ന പല ദൈവങ്ങളും സ്ത്രീകളാണ്. കാളിദേവി, ലക്ഷ്മീദേവി, സരസ്വതീദേവി എന്നിങ്ങനെയുള്ള സ്ത്രീകളെയാണ് അവർ ആരാധിക്കുന്നത്. അറേബ്യൻ ലോകത്തും ഈ രീതിയിൽ സ്ത്രീകളെ ആരാധിക്കുന്ന പ്രവണതയുണ്ടായിരുന്നു. മനാത്ത്, ലാത്ത, ഉസ്സ ഇതെല്ലാം സ്ത്രീകളായിരുന്നു. യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസാ, ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനം കൊടുക്കാതെ അവരെ നിന്ദിക്കുകയും സതി പോലുള്ള ക്രൂരമായ
ആചാരങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് അവരെ ആരാധിക്കുന്ന ഒരവസ്ഥാവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ പശുവിനെ ആരാധിക്കുക, പശുവിനെ ദൈവമായി കാണുക എന്ന് മാത്രമല്ല, സ്ത്രീകളുടെ അവയവങ്ങളെ ആരാധിക്കുന്ന സ്വഭാവങ്ങളും പല സ്ഥലങ്ങളിലുണ്ട്. യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാഫാ. അതുപോലെ മറ്റൊരു കാര്യം, സ്ത്രീകൾ സ്വാഭാവികമായും അബലകളാണ്. പക്ഷേ ഇവർ സ്ത്രീകളെ ആരാധ്യ വസ്തുക്കളായി കാണുന്നു. ഈ ഒരു വൈരുദ്ധ്യവും അല്ലാഹു തആല ഉയർത്തിക്കാട്ടുകയാണ്. യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാഫാ വഇൻ യദ്ഊന ഇല്ലാ ശൈത്താനം മരീദാ. രണ്ടാമതായി, അവർ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചിനെയാണ്. പിശാചിന്റെ പ്രേരണപ്രകാരമാണ് അവർ ഈ ആരാധ്യ വസ്തുക്കളെയെല്ലാം പടച്ചുണ്ടാക്കുന്നത്. ഷിർക്കിന്റെ ബഹുദൈവാരാധനയുടെ അടിസ്ഥാന ചാലകശക്തി അത് പിശാചാണ്. പടച്ചവരല്ലാത്ത വ്യക്തികൾക്കും ശക്തികൾക്കും ആരാധനയ്ക്ക് അർഹതയുണ്ടെന്ന് പഠിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്, ഇല്ലാത്ത കഥകളും അതുപോലെ തന്നെ അത്ഭുത കാര്യങ്ങളും അവരിലേക്ക് ചേർത്ത് പറഞ്ഞ് അവരാരാധിക്കപ്പെടാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവർ ആരാധിക്കുന്നത് പിശാചിനെ തന്നെയാണ്. യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസാ വഇൻ യദ്ഊന ഇല്ലാ ശൈത്താനം മരീദാ. കുരുത്തം കെട്ട ധിക്കാരിയായ പിശാചിനെയാണ് അവർ ആരാധിക്കുന്നത്. അതുകൊണ്ട് ബഹുദൈവാരാധനയെ, പടച്ചവനോട് പങ്കുചേർക്കുന്നതിനെ വളരെയധികം സൂക്ഷിക്കണം. പടച്ചവനോടുള്ള പങ്കുചേർക്കൽ, ഒന്ന്, പടച്ചവന് തുല്യമായി മറ്റുള്ളവരെ കാണലുണ്ട്. അതുപോലെ പടച്ചവൻ അർഹിക്കുന്ന ആരാധന മറ്റുള്ളവർക്ക് നൽകലുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഷിർക്ക് പ്രധാനമായും 4 നിലയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഓരോ ആയത്തുകളുടെയും കീഴിൽ ഇതിലും ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി പോകുക. ബഹുദൈവാരാധന, പടച്ചവനോട് പങ്കുചേർക്കൽ 4 നിലയിലാണ്. ഒന്ന്, അൽ ഇഷ്റാഖു ഫിൽ ഇൽമ്, അറിവിൽ പടച്ചവനോട് പങ്കുചേർക്കൽ. ഏതെങ്കിലും മഹാന്മാരെക്കുറിച്ച്, മഹദിയെക്കുറിച്ച്, പ്രത്യേകിച്ചും സൂഫി സരണിയുമായി, വ്യാജ സൂഫി സരണിയുമായി ബന്ധപ്പെട്ടവർ അവരുടെ സൂഫി മഹത്തുക്കളെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും അവർ അറിയുന്നു എന്ന് വിശ്വസിക്കുന്നത് ഇത് ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണതയാണ്. അതുപോലെ നക്ഷത്ര ജ്യോത്സ്യക്കാരോടും അത്തരം കൈനോട്ടക്കാരോടുമെല്ലാം അദൃശ്യ കാര്യങ്ങൾ ചോദിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യലും അറിവിന്റെ വിഷയത്തിൽ പടച്ചവരോട് പങ്കുചേർക്കലാണ്. അതുപോലെ ചില മഹാന്മാരുടെ നല്ല വാക്കുകൾ കേട്ട് അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതും അങ്ങനെ ആവശ്യങ്ങൾക്കെല്ലാം അവരെ വിളിക്കുന്നതും അവർ അതിനെ അറിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതും ഇതെല്ലാം അറിവിലുള്ള പങ്കുചേർക്കലാണ്.
വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഇക്കാലഘട്ടത്തിലും ഇതിന്റെ പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചില മഹാന്മാരെ സമീപിക്കും, എന്റെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയും. അവർ പടച്ചവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് താങ്കളുടെ രോഗം മാറുമെന്ന് പറയും. ഇവരാകട്ടെ ഈ വാചകത്തെ ഒരു വലിയ ഉറപ്പുള്ള വാചകമായി കാണുകയും പിന്നീട് പതുക്കെ പതുക്കെ രോഗങ്ങളെല്ലാം മാറ്റുന്നത് ഇന്നയാളാണ്, രോഗങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിനെയാണ് വിളിക്കേണ്ടത് എന്ന വിശ്വാസം കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. നമ്മളുടെ വാക്കുകളും പ്രവർത്തനങ്ങളെല്ലാം അവർ അറിയുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം അറിയുന്നുണ്ട് എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നത് വളരെ കഠിനമാണ്, അപകടകരമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാര്യം വളരെയധികം കൂടുന്നുണ്ട് എന്ന വിഷയം അതീവ ഗൗരവത്തിൽ നാം എല്ലാവരും ഉണരേണ്ടതായിട്ടുണ്ട്. മഹാന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന ഒന്നാണ്. പടച്ചവന് അർഹിക്കുന്ന കാര്യങ്ങൾ അവരിൽ വെച്ചുകെട്ടി അങ്ങനെ അവരെ ആരാധന നടത്തുന്ന അവസ്ഥയിലേക്ക് നീങ്ങൽ ഒരു ഭാഗത്ത് അവരോടുള്ള അപരാധവും മറുഭാഗത്ത് പടച്ചവനോട് കടുത്ത പങ്കു ചേർക്കലുമാണ്. ജീവനത്തെ അപകടത്തിൽപ്പെടുത്തലാണ്, നാശനഷ്ടത്തിലേക്ക് നീങ്ങലാണ്. എത്ര വലിയ സങ്കടമാണ്. മഹാന്മാരുടെ ജീവിത ലക്ഷ്യം പടച്ചവനെ അറിയലാണ്, അറിയിച്ചു കൊടുക്കലാണ്. അതേ മഹാന്മാരുടെ പേരിൽ കളവുകൾ കെട്ടിച്ചമച്ച് പറഞ്ഞ് ഇങ്ങനെ വ്യാജ വിശ്വാസങ്ങൾ പടർത്തുന്നതും എത്രയോ സങ്കടകരമാണ്. അവരുടെ പേരിൽ പടച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ട് കവിതകൾ രചിക്കുന്നു. എന്നിട്ട് സൂഫി സരണിയെ ബന്ധിപ്പിച്ചുകൊണ്ട് സൂഫികൾക്ക് ഇങ്ങനെ ചെയ്യാൻ അവകാശമുണ്ട്. ഒരു സൂഫിക്കും അവകാശമില്ല. ശരീഅത്തിനെ വിട്ടുകൊണ്ട് ഉള്ള ഒരു തസവൂഫിനെയും നമ്മൾ അംഗീകരിക്കുകയില്ല. തസവൂഫ് നമ്മളുടെ മനസ്സിന്റെ സംഗീതമാണ്, ജീവിതത്തിലെ പ്രധാനപ്പെട്ട സരണിയാണ്. പക്ഷേ തസവൂഫ് തോന്നിയവാസമല്ല. തസവൂഫ് ആളുകളെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അടിച്ചുവിടലല്ല. ഷേഖന്മാരുടെ പേരിൽ വേണ്ടാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം പടച്ചുണ്ടാക്കുന്നത് അവരോട് തന്നെ ചെയ്യുന്ന ഭയങ്കര ക്രൂരതയാണ്. അവർ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. അവർ മഹാന്മാരാണെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ സന്ദേശം ഹമാരെ നാം സെ ഹമേ ഖുഷി ഹമാര കാം മേ ഹെ, നമ്മുടെ പേരിനേക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബഹുദൈവാരാധനയെ, ശിർക്കിനെ, അതിന്റെ കടന്നു വരുന്ന വ്യാജ വഴികളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.